കോൺഗ്രസ് കഞ്ഞിക്കുഴി നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. സപ്ലൈകോ അടക്കമുള്ള ത്രിവേണി അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് സബ്സിഡി കൊടുത്തുകൊണ്ട് വിലക്കയറ്റം പിടിച്ചെടുത്താൻ ശ്രമിക്കുമെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ നിലവിലുള്ള സംസ്ഥാനത്തെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റ് എല്ലാം പൂട്ടുന്ന സ്ഥിതിയിലാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ അലമാരികളെല്ലാം പൂച്ച വെട്ടി കിടക്കുന്ന സാഹചര്യമാണ്. ഓണക്കാലത്ത് പോലും നിത്യോപ സാധനങ്ങളുടെ വില അമിതമായി വർദ്ധിപ്പിച്ചപ്പോൾ പോലും സബ്സിഡി സാധനങ്ങളില്ലാത്ത സാഹചര്യമായി സംസ്ഥാനം ഉണ്ടായിക്കൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ മാസത്തിൽ UDF നേതൃത്വം നടത്തിയ ഈ വന്യമൃഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്കെതിരെ നടത്തിയ മലയോര ജാഥ അതിനുപരി ഇപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇപ്പോൾ ഏറ്റവും അവസാനം കടൽ പോലും കൊള്ളയടിക്കാൻ പോകുന്ന സാഹചര്യം. കടലിൽ നിന്ന് ഖനനം ചെയ്ത് അവിടെ നിന്നുള്ള മണലും മറ്റു സാധനങ്ങളൊക്കെ മറ്റ് നാഷൈവ ഉൾപ്പെടെയുള്ള സാധനങ്ങളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്ന ഈ സമയത്താണ് നമ്മൾ നിരന്തരമായ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം ശക്തമായ പ്രതിഷേധങ്ങൾ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നത്. ഇവിടെ നമുക്ക് ഓരോ ദിവസവും പത്രങ്ങൾക്ക് കാണുന്നത് സംസ്ഥാനത്തെ മയക്കുമരുന്ന് മദ്യത്തിന്റെ മുന്നിൽ അച്ഛൻ ഭാര്യയെ വെട്ടിക്കൊള്ളുന്നു, മകൻ അമ്മയെ വെട്ടിക്കൊള്ളിക്കുന്നു. അതുപോലെ അങ്ങനെ സാഹചര്യം നിലവിലിരിക്കുന്നു. പോലീസുകാർക്ക് പോലും നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം. പാർട്ടി സഹാക്കൾ അവരുടെ കേസിൽ പ്രതികളുണ്ടായ പ്രതികളെ അറസ്റ്റ് കൊണ്ടുപോയാൽ അവരെ ബലമായി പിടിച്ചുകൊണ്ടുപോയി പോലീസുകാരുടെ കോളറിനെ വിളിച്ചുകൊണ്ട് അവരെ തല്ലുന്ന അവരെ ഉപദ്രവിക്കുന്നുണ്ടായിരിക്കുന്നു. അങ്ങനെ സംസ്ഥാനത്ത് ആകെ എല്ലാ മേഖലയും തകർന്നു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപകമായി ഈ നികുതി വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസിൽ കൊണ്ട് സമരം നടത്തുന്നത്. KPCCയുടെ ആഹ്വാനപ്രകാരം കേരളമെമ്പാടും ഭൂനികുതി വർധനവിനെതിരെ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് കഞ്ഞിക്കുഴി നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി R. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS സുരേഷ് അധ്യക്ഷത വഹിച്ചു. KC വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു. DCC സെക്രട്ടറി സജി കുര്യാക്കോസ്, CM ശശിധരൻ, G. രാധാകൃഷ്ണൻ, ജോളി അജിതൻ, ശിവദാസ് മംഗലത്ത്, MG സാബു എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം തണ്ണീർമുക്കത്ത് നടന്നത് കായൽ ഫെസ്റ്റും അതുപോലെ കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഇവിടെ വിത്തുത്സവം. പണ്ട് തോമസ് ഐസക്കിനായിരുന്നു ഇതുപോലുള്ള തെമ്മാരത്തരം കാണിച്ചുകൊണ്ടിരുന്നത്. കാരണം ജനങ്ങളിൽ നിന്ന് പണം പിരിക്കുക, പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് കുറെ കാശ് അതിനുവേണ്ടി പാവപ്പെട്ടവർക്ക് ഒരു കക്കൂസ് കൊടുക്കാനോ ഒരു വീട് കൊടുക്കാനോ വീട് മെയിൻ്റനൻസ് കൊടുക്കാനോ മഴ വരാൻ പോവുകയാണ് 2-3 മാസം കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് കിടന്നിറങ്ങാൻ രക്ഷയില്ല. ഈ ഗവൺമെന്റ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? മാവേലി സ്റ്റോറിന്റെ അവസ്ഥ എന്താണ്? ഇവിടെ ശശി പറഞ്ഞു മാവേലി സ്റ്റോറിൽ ഒരു സാധനവും ഇല്ല. സബ്സിഡി ഐറ്റങ്ങൾ ആകെ 3 ഉള്ളൂ. ബാക്കി മുഴുവൻ 3 ഇരട്ടി വിലയാണ്. അങ്ങനെ നിത്യോപയോഗ സാധനങ്ങളുടെ വില മുഴുവൻ വർദ്ധിപ്പിച്ചു. റേഷൻ കട അവസ്ഥ പറഞ്ഞു. അതുപോലെ സംസ്ഥാനത്ത് സമസ്ത മേഖലയും ഇലക്ട്രിസിറ്റി ചാർജ്, വെള്ളത്തിന്റെ കരം, ഭൂനികുതി, കെട്ടിടത്തിന്റെ നികുതി, നമ്മൾ താമസിക്കുന്ന വീടിന്റെ നികുതി, സമസ്ത മേഖലയും 3 ഇരട്ടിയെ വർദ്ധിപ്പിച്ചു. അതോടൊപ്പം PSC ചെയർമാനും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും MLA-മാർക്കും അവരുടെ ശമ്പളവും 3 ഇരട്ടി വർദ്ധിപ്പിച്ചു. പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ, അതുപോലെ തന്നെ ആശാവർക്കർമാർ, ഈ കോവിഡ് കാലത്ത് ഇവിടെ മുഴുവൻ നടന്ന് പ്രവർത്തിച്ച ആശാവർക്കർമാരാണ്.